ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഈ കഠിനമായ ചൂടാണല്ലേ ഈ ഒരു സമയത്ത്. അപ്പോൾ നോമ്പിൻ്റെ എല്ലാം കൂടി നമുക്ക് നല്ല ക്ഷീണമാണ്. അപ്പോൾ ഇന്ന് ക്ഷീണം മാറ്റാനുള്ള ഒരു സാധനമായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കണത്. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി. അത്താഴത്തിനായാലും മുത്താഴത്തിനായാലും അതൊരു ഗ്ലാസ് കുടിച്ചാൽ നമ്മൾ ക്ഷീണമൊക്കെ പമ്പ കിടക്കും. അപ്പം അത്രയും നല്ല സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും ഉണ്ടാക്കുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ ചാവക്കാട് ഭാഗത്തൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കണ്ടേക്കണത്. അപ്പോൾ അവരൊക്കെ ഇത് അത്താഴത്തിനൊരു ഗ്ലാസ് കുടിക്കും, അതേപോലെ നോമ്പ് തുറന്നിട്ടൊരു ഗ്ലാസ് കുടിക്കും. അപ്പോൾ അവർ പറയുന്നത് ഭയങ്കര ക്ഷീണത്തിന് നല്ലതാണ്, ക്ഷീണം നന്നായി കുറയും എന്നൊക്കെ. പിന്നെ അങ്ങനെ ഞാൻ കുടിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വയറ് നിറയും. പിന്നെ ആ ഒരു നോമ്പുറത്തിൻ്റെ ഒരു ക്ഷീണം അതങ്ങനെ വലിയതായിട്ട് കാണാറില്ല. അപ്പോൾ ഇത് വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ഞാൻ സ്ഥിരമായിട്ടൊന്നും ഉണ്ടാക്കില്ല. അവിടുത്തെ ഉമ്മക്കുള്ള കാലത്താണെങ്കിൽ ഇത് എന്നും നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഇത് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അവർ അത്താഴത്തിനൊക്കെ ഇതാണ് കഴിക്കുക. അപ്പോൾ അതാ ഈ കാണുന്ന കപ്പില്ല, അതിൽ 1.5 കപ്പാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഈ ചെറിയൊരു കപ്പിൽ 1.5 കപ്പ് പായസപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലൊരു 1/2 കപ്പ് ബിരിയാണിയുടെ അരി എടുത്തിട്ടുണ്ട്. ഇനി ബിരിയാണിയുടെ അരി ഇല്ലെങ്കിൽ നമുക്ക് പച്ചരി ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നന്നായി കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് അങ്ങനെ ഒന്നും ഇടുന്നില്ല, നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങോട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്ക് ഇന്നൊരു ഉള്ളിക്കൂട് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 മുട്ട അതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനും കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് അതും വേവിക്കാൻ വെക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ആ മുട്ടൊക്കെ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പോൾ വീട്ടിലുണ്ടായ മാങ്ങയാണ്. അപ്പോൾ അത് എനിക്ക് മാത്രം മതി കേട്ടോ. ഉമ്മാക്ക് വയ്യാത്ത കാരണം ഉമ്മാക്ക് നോമ്പെടുക്കാൻ പറ്റണില്ല. പിന്നെ മോനാണെങ്കിൽ ഇന്ന് നോമ്പ് തുറയാണ്, അവൻ്റെ ക്ലാസ്സിലത്തെ കുട്ടികളൊക്കെ കൂടി വെച്ചിട്ട്. അപ്പോൾ അവനങ്ങോട്ട് നീളാതിരത്തേക്ക് നോമ്പ് തുറക്കാൻ പോയി. അപ്പോൾ പിന്നെ എനിക്ക് മാത്രമല്ല ഉണ്ടാക്കിയെടുക്കണ്ടുള്ളൂ. എന്നാലും മറ്റാൾ പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് എല്ലാതും എടുത്ത് വെക്കണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ കിച്ചടിക്കുള്ളത് ഇതാ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പരിപ്പും ബിരിയാണിയുടെ അരിയാണ് കേട്ടോ, പായസപ്പരിപ്പും ബിരിയാണിയുടെ അരിയാണ്. ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതിന് പറയുക കിച്ചടി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ കിച്ചടി എന്ന് പറഞ്ഞ ഒരു കറിയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള പേര് എന്താണെന്ന് എനിക്ക് അറിയില്ല. അവിടെ ഇത് കിച്ചടി ഉണ്ടാക്കുക എന്നാണ് പറയുക. അപ്പോൾ അത് അതിലേക്ക് നമുക്ക് പാല് വേണം, തേങ്ങാപ്പാൽ വേണം, 2ാം പാലും വേണം, 1ാം പാലും വേണം. അപ്പോൾ 2ാം പാലാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നും കൂടി നമുക്കിത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് 1ാം പാലാണ്. 1ാം പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നാളികേരാണ് എടുത്തേക്കുന്നത്, വലിയ നാളികേരാണ് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പുട്ടുണ്ടാക്കിയെടുക്കണം. അപ്പം ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ച ആ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ പുട്ടിനുള്ളത് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കഴുകും വേണ്ട, പിന്നെ തേങ്ങാപ്പാലല്ലേ. അപ്പോൾ അതിലേക്ക് നമ്മുടെ അജ്മിയുടെ പുട്ടുപൊടിയാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇളം ചൂടുവെള്ളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി വെള്ളത്തിൽ ഒന്ന് കലക്കി വെച്ചാൽ മതി. അപ്പോൾ അത് കുറച്ച് ലൂസാക്കി വെച്ചാലല്ലേ നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്തേക്ക് കറക്റ്റ് ഭാഗമായിട്ട് വരും. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ പായസപ്പരിപ്പൊക്കെ നന്നായി വെന്ത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് കുറച്ച് കഴിഞ്ഞ് നന്നായി കുറുകി വരും കേട്ടോ. അപ്പോൾ നല്ല കുറുകാൻ നിൽക്കണ്ട, നമുക്കൊന്ന് ലൂസ് കൊടുക്കാൻ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കുടിക്കണ സമയത്ത് കറക്റ്റ് ഭാഗമായിട്ട് വരും. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതപ്പോൾ കണ്ടില്ല, നമ്മുടെ ഇത് നന്നായി തിളച്ചത് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായി കുറുകി വരണ്ട. അപ്പോൾ ഇനി നമ്മൾ കുടിക്കണ സമയത്ത് നല്ല കട്ടിയാവും. അപ്പോൾ അത് ആദ്യത്തെ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പാൽ ഒഴിച്ചതിൻ്റെ ശേഷം പിന്നെ തിളപ്പിക്കരുത് കേട്ടോ, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. കണ്ടില്ലേ, പതക്കാനോ അല്ലെങ്കിൽ തിളക്കാനോ ഒന്നും നിൽക്കണ്ട. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കിച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടണം. അപ്പോൾ അണ്ടിപ്പരിപ്പ് എവിടെ വെച്ചെന്ന് അറിയില്ല, ഞാൻ കുറേ തിരഞ്ഞു നോക്കി കിട്ടിയില്ല. അപ്പോൾ ഞാൻ മുന്തിരി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഡാൽഡയിലാണ് ഇതാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നെയ്യിൽ തന്നെ ചെയ്തോളൂ കേട്ടോ, മറ്റേ വെളിച്ചെണ്ണ അങ്ങനെയുള്ളതൊന്നും എടുക്കരുത്. അപ്പോൾ എനിക്കിവിടെ നെയ്യിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡാൽഡ ഇട്ടേക്കുന്നത്. അപ്പോൾ മുന്തിരി ഇതാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അതും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതവിടെ നമ്മുടെ കിച്ചടി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതിയിട്ട്, വേറെ ഒന്നിൻ്റെ ഒരു ആവശ്യമില്ല. അത്രയും നല്ല സാധനമാണ്. ക്ഷീണത്തിനായാലും ദാഹത്തിനായാലും എല്ലാറ്റിനും നല്ലതാണ്. അപ്പോൾ ഇത് കുറച്ച് മുന്നുണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ചൂടാറുമല്ലോ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക്. അപ്പോൾ അതവിടെ വേഗം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിലൊക്കെ ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഇളം ചൂടുള്ളവർക്കാണെങ്കിൽ അങ്ങനെ കുടിക്കുക, അല്ല നല്ല ചൂടാറിയിട്ട് കുടിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയും കുടിക്കുക. ഇനി അത് മാത്രമല്ല കേട്ടോ, ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. നമ്മൾ പായസപ്പരിപ്പ് വറുത്തിട്ടൊന്നുമില്ല, പച്ചക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അത് പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഉള്ളിക്കൂട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് 3 സബോള എടുത്തിട്ടുണ്ട്. പിന്നെ 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അപ്പോൾ സബോള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളകും പിന്നെ ഇഞ്ചിയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ ടേസ്റ്റ് ഉണ്ട് ചോദിച്ചാൽ നമുക്ക് ഉള്ളിവട ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഈ നോമ്പൊക്കെ നമുക്ക് മല്ലിയിലക്ക് ഭയങ്കര പിശുക്കാണല്ലേ, എല്ലാ സാധനങ്ങൾക്കും മല്ലിയില വേണം. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി.
ഇനി വേണ്ടത് കടലമാവാണ്. അപ്പോൾ ആ കടലമാവ് ഇതാ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് എടുത്തിട്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കണം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ഇനിയും കുറച്ചും കൂടി ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ആ ഒരു കപ്പ് തന്നെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് കടലമാവ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ളി വടക്ക് ഉണ്ടാക്കില്ലേ, അപ്പോൾ അതുപോലെ ആക്കരുത്, അതിനെക്കാട്ടും കുറച്ചും കൂടി കുറവ് മതി. അപ്പോൾ ഇതിന് കൈ വെച്ചിട്ട് നന്നായി തിരുമ്പിയിട്ട് എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഞാനിത് പാത്രം മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ വെച്ചിട്ട് എല്ലാം കൂടി കൂട്ടി കുഴയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വീണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളിവടമൊക്കെ ഉണ്ടാക്കണ ആ ഒരു ഇതിലേക്ക് വേണ്ട, അതിലും കൂടി കുറച്ച് കടലമാവ് കുറവായാൽ മതി. ഇനി കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കൂട് പോലെ ആക്കി എടുക്കുക. ഇനി അതാ മുട്ട നടുമുറിച്ച് വെച്ചിട്ടുണ്ട്. നടുമുറിച്ചൊക്കെ പറഞ്ഞാൽ പകുതി ആക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതാ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഉള്ളി കൊണ്ടൊന്നിങ്ങനെ കൈ നമുക്ക് മനസ്സിലാവണുണ്ടാവും അല്ലേ, കൈ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ മീതെ കൂടെ ഇങ്ങനെ ആക്കി കൊടുക്കും. ഫുള്ളായിട്ട് കവർ ചെയ്യരുത് കേട്ടോ, പകുതി വരെ ആക്കിയാൽ മതി. അപ്പോൾ ഇത് കാണാനൊരു ഭംഗിയാണല്ലോ. ഇപ്പോൾ ഇതാ ഒരെണ്ണം അവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ട കേട്ടോ. ഞാൻ ഒന്നും കൂടി പറയുന്നത്, നമ്മൾ അറിയാതെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് പിന്നെ പൊരിച്ചെടുക്കുമ്പോൾ വേറെ രീതിക്കായിട്ട് വരും. ടേസ്റ്റൊക്കെ ഒരുപോലെയാണ്, പക്ഷേ കാണാൻ നമുക്കൊരു ഭംഗി വേണമെങ്കിൽ ഇതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ അതാക്കി എടുത്തിട്ടുണ്ട്. ഇതാ വീണ്ടും ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ച് അതിൽ നിന്ന് ആ മാവ് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഒരു കണ്ടില്ല, കൈ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇതാക്കി ഒരു കുഴിയാക്കി കൊടുക്കുക നടുവിൽ. എന്നിട്ട് അതിലൊരു മുട്ട വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എല്ലാ 4 സൈഡിൽക്കും ആ ഒരു ഉള്ളിയുടെ ഒരു കൂട്ടം അങ്ങനെ ആക്കി കൊടുത്താൽ മതി. കണ്ടില്ലേ, അപ്പോൾ തന്നെ ഇനി ഇല്ലാത്തവർക്കൊക്കെ നമുക്ക് കുറച്ചും കൂടി അതിൽ നിന്ന് ഉള്ളി എടുത്തിട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ അത് ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത് ഓയിലാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഒരു എണ്ണക്കടി എന്തായാലും നിർബന്ധമാണല്ലേ. പിന്നെ അധികം ഒന്നും ഉണ്ടാക്കണില്ലല്ലോ, ഈ 2 എണ്ണം കഴിക്കാനുള്ളത് മാത്രമേ ഞാൻ ഉണ്ടാക്കിയെടുക്കാറുള്ളൂ. പിന്നെ മോൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തേക്ക് കുട്ടികൾ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കും കൂടി കൊടുക്കാനുള്ളതായിട്ട് അങ്ങനെ ഉണ്ടാക്കുള്ളൂ, അല്ലാണ്ട് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ളതും കൂടി അതുപോലെ ആക്കി എടുക്കണുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. നമ്മൾ ദിവസം ഒരേപോലെ ഉണ്ടാക്കണവരാണെങ്കിൽ മുട്ട ബജി, ഉള്ളിവട അങ്ങനെയൊക്കെ ഉണ്ടാക്കണവരാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്. അപ്പോൾ നമുക്ക് ടേബിളിൽ കൊണ്ടുപോയി വയ്ക്കുമ്പോഴും ഭംഗിയാണ്, കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടമാവും. വെറൈറ്റികളായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണല്ലോ കുട്ടികൾക്ക് ഒന്നും കൂടി കഴിക്കാനും ഇഷ്ടമാവുക. ഇനി ഓയിൽ ചൂടായ ഓയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി മുക്കി പൊരിച്ചെടുക്കരുത്, അങ്ങനെ കുറച്ച് അത് മുങ്ങി വരണം മതി. മുട്ട അങ്ങനെ മുങ്ങി വരണ്ട. അപ്പോൾ അത് കണ്ടില്ലേ, ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എന്നാലും എല്ലാ ഭാഗങ്ങളും വെന്ത് വരും. പിന്നെ നമ്മൾ ഒരു സൈഡും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ എല്ലാം കൂടി ഓയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ സ്റ്റവിൽ ഞാൻ പുട്ടുണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടിലേക്ക് കറിയൊന്നും വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. മിനിഞ്ഞാത്ത ബീഫ് കറിയും പയർ കറിയും ഒക്കെ ഇരിക്കുന്നുണ്ട്, പയറുപ്പേരി എല്ലാം കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പപ്പടം കൂടി പൊരിച്ചിട്ട് അങ്ങനെയാണ് പുട്ട് കഴിച്ചത്. അപ്പോൾ പുട്ടിൻ്റെ ഒന്നും ഞാൻ കാണിക്കണില്ല. അപ്പോൾ നിങ്ങളുടെ നോമ്പൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് പോകണില്ലേ? നിങ്ങളവിടെയൊക്കെ ചൂടുണ്ടോ? ഞങ്ങളവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോകണമല്ലേ. ഇപ്പോൾ ഓരോ സൈഡ് നമുക്ക് വെന്ത് വരുമ്പോൾ ഇങ്ങനെ മാറ്റി മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒരെണ്ണം കൂടി വെക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ചും കൂടി നീക്കി കൊടുത്തിട്ട് ആ ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ, ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അതാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണത്. ഇത് പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെന്ത് വരണം കേട്ടോ, അല്ലെങ്കിൽ ഉള്ളു വേവാത്ത പോലെ ആവും. കണ്ടില്ല, ഓരോ സൈഡ് ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുത്താൽ മതി. ഒന്നിച്ചായിട്ട് മറിച്ചിടാതെ ഓരോ ഭാഗമാകുമ്പോൾ ഓരോ സൈഡായിട്ട് വെന്ത് വരും. അത് കഴിക്കണ സമയത്ത് ഉള്ളിവടയും മുട്ട ബജിയും കൂടി കഴിക്കില്ല, അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവണത്. അത് മൊരിയണ വരെ ഇങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ മാറ്റി മറിച്ചിട്ട് അങ്ങനെ ആക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ കുറേ ഓയിൽ ഒഴിച്ചിട്ട് മുക്കി പൊരിച്ചെടുക്കില്ല, അങ്ങനെ പൊരിച്ചെടുക്കണ്ട. അപ്പോൾ അതിൻ്റെ മുട്ടൊക്കെ നന്നായി വെന്ത് പോകും, ഇങ്ങനെ മുരിഞ്ഞ് പോവും. അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ടേസ്റ്റ് വരില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഓരോ സൈഡും മറിച്ചിട്ട് വേവിച്ചെടുക്കണത്. അപ്പോൾ അതായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ അത് കരിഞ്ഞതൊന്നും അല്ല കേട്ടോ, മുരിഞ്ഞ് വന്നതാണ്. അപ്പോൾ കരിയാൻ നിൽക്കണ്ട, ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് വേഗം കോരിയെടുക്കാം. നമുക്കറിയാലോ, ഉള്ളിവടയൊക്കെ ഉണ്ടാക്കണവർക്ക് അറിയാലോ എങ്ങനെ ആയി വരിക എന്നുള്ളത്. പിന്നെ ആ ഉള്ളൊന്ന് വെന്ത് വരണം, ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്ന് അധികമൊന്നും ഇല്ല കേട്ടോ. നമ്മളല്ലെങ്കിൽ ഇപ്രാവശ്യം ആകെ ഒരു എണ്ണക്കടിയാണ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എന്നാലും മോനില്ലാത്ത കാരണം ഒരു സുഖമില്ല. അവനുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഇരിക്കാനും തിരക്ക് കൂട്ടാനും ബാങ്ക് കൊടുക്കണ പറയാനൊക്കെ മോനില്ലാത്ത കാരണം ഒരു സുഖം ഉണ്ടായിരുന്നില്ല. എന്നാലും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ മാങ്ങ ജ്യൂസാണ്, അപ്പോൾ ഇതിൽ കുറച്ച് ഐസ് ഇട്ട് കൊടുക്കുക. പിന്നെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെ കമൻറ്റുകളൊക്കെ വിലപ്പെട്ടതാണ്, എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ 9 നോമ്പ് തുറയും കഴിഞ്ഞു. അപ്പോൾ കിച്ചടിയിലത്തെ മധുരത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്കിവിടെ കുറച്ച് മതിയാ, കാരണം കുറച്ച് മധുരമാണ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കൂടുതൽ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഉള്ളിക്കൂടൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ കിച്ചടി ആവശ്യത്തിനുള്ള മധുരം തന്നെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കുത്തണ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആ ഒരു മധുരമാണല്ലോ നല്ലത്. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ. കിച്ചടി എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം.
ഞാൻ പറഞ്ഞില്ല അത്രയും ക്ഷീണത്തിന് നല്ലതാണെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.